ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നേരെ നമുക്ക് കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ദീപു ആണെങ്കിൽ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ്. ദീപുവിന് ഭയങ്കര സങ്കടമൊക്കെ ആയിട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സിദ്ധുവിനെ കൂടി ചതിച്ചുകൊണ്ടാണ് പരമശിവത്തിന് ശ്രീനിലയം കൈമാറാൻ താൻ കളിച്ച കളികൾ സിദ്ധാർത്ഥ അറിഞ്ഞിട്ടാണോ വന്നതെങ്കിൽ ഉറപ്പായിട്ടും താൻ പെട്ടുപോകുമെന്നുള്ള കാര്യം നമ്മുടെ ദീപുവിനെ വല്ലാണ്ടങ്ങ് ഭയപ്പെടുത്തുകയാണ്. അപ്പം ചിത്രയും അതുപോലെ തന്നെ നമ്മുടെ അപ്പുവും ഒക്കെ ദീപുവിനെ നല്ല രീതിയിൽ സംശയിക്കുന്നുണ്ട്. ഒരു പണിക്കും പോകാതെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്നത്? അപ്പം ആ കാര്യം നമ്മുടെ ചിത്ര ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തല്ലോ. അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുക. ഈശ്വര, ഞാൻ ആപ്പിലാകുമല്ലോ. രഞ്ജിതയും ഞാനും പരമശിവും ഒക്കെ കൂടി കളിച്ചതാണ്. ഇത്രയും വലിയ കളി അത് സിദ്ധാർത്ഥ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ ആശുപത്രി കിടക്കുന്ന എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്നെ തേടി എൻ്റെ വീട്ടിലേക്ക് എത്തും. അപ്പം എത്തിക്കഴിഞ്ഞാൽ എൻ്റെ സകല കള്ളികളും എൻ്റെ സുമിത്രേച്ചി അറിയും. അങ്ങനത്തെ വിഷമത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പം നമ്മളെ കാണിക്കുന്നത് സിദ്ധുവിനെയാണ്. അപ്പം സിദ്ധുവിനിപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡോക്ടർ സംസാരിക്കുക. അപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സിദ്ധുവിനെ ഹോട്ടൽ റൂമിലേക്ക് വിടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള നിലപാടിലാണ് നമ്മുടെ സരസ്വതി അമ്മ. പക്ഷേ സരസ്വതി അമ്മയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ സുമിത്രയെ വിളിച്ച് പറയുന്നില്ല. സുമിത്രയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സുമിത്ര പറയും സിദ്ധുവുമായിട്ട് തിരികെ ഈ വീട്ടിലേക്ക് എത്തേണ്ട എന്നുള്ള കാര്യം. അത് നല്ല രീതിയിൽ നമ്മുടെ സരസ്വതി അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയാണെങ്കിലോ തന്ത്രപൂർവ്വം സിദ്ധാർത്ഥിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ബില്ലും കാര്യങ്ങളും ഒക്കെ സെറ്റിൽ ചെയ്യുന്നത് നമ്മുടെ സത്യയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ആ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് സാറിനെ കൊണ്ടാക്കാനായിട്ട് ഞാനും വരാം. എന്തായാലും സാറിനെ ഞാൻ വണ്ടിയിൽ കൊണ്ടുപോയി ആക്കാമെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ സരസ്വതി അമ്മ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, എൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെ ഒരാളോട് എനിക്ക് അനുവാദം ചോദിക്കേണ്ടതുണ്ട്. ആളാരാണ്? സുമിത്ര ജീവിച്ചിരിക്കുന്നുണ്ട്. സുമിത്രയെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും സിദ്ധുവിൻ്റെ അടുത്ത് സരസ്വതി അമ്മ വെളിപ്പെടുത്തുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ സിദ്ധാർത്ഥിനെ കള്ളത്തരമൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങളാണ് സരസ്വതി അവിടെ നീക്കുന്നത്. അപ്പം ഈ സമയത്താണെങ്കിലും അനിരുദ്ധ് ഇരുന്ന് വീട്ടിൽ നമ്മുടെ അനന്യയുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പം ഡാഡിക്ക് ഇത്ര വലിയ വയ്യായ്കയൊക്കെ വന്നിട്ട് ഒന്ന് പോയി കാണുക പോലും ചെയ്തില്ലല്ലോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലൊക്കെയാണ് അനിരുദ്ധ് ഇരിക്കുന്നത്. അപ്പം അനന്യ പറയുന്നുണ്ട്, അനി നീ കാണിക്കുന്നതൊന്നും അത്ര ശരിയൊന്നും അല്ല കേട്ടോ. എൻ്റെ തലകറക്കവും കാര്യങ്ങളും ഒക്കെ മാറിയില്ലേ? ആശുപത്രിയിൽ കിടക്കുന്നത് നിന്റെ അച്ഛൻ തന്നെയല്ലേ? അപ്പം അദ്ദേഹം എന്ത് തെറ്റ് ചെയ്താലും അത് ക്ഷമിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും അല്ല. നീ എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനെ പോയി കാണണമെന്നും അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അച്ഛന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ അനന്യ സംസാരിക്കുക. അപ്പം അനിരുദ്ധ് പറയുന്നുണ്ട്, എടാ എനിക്ക് മനസ്സില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എനിക്ക് പല കാര്യങ്ങളും പഴയ പല കാര്യങ്ങളും എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഒരു സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട്. എൻ്റെ അമ്മയെ അത്രമാത്രം അച്ഛൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ അനി അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ. പക്ഷെ ഈ അനന്യ എന്ന് പറയുന്ന സാധനം അതൊരു ഭയങ്കര കള്ളിയ തന്നെയാണ് കേട്ടോ. എത്രയൊക്കെ വന്നാലും സുമിത്രാമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള സത്യം അനന്യക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അറിയാം. പിന്നെ അവൾ എന്തിനാണ് സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ പറഞ്ഞു വഞ്ചിക്കുന്നത് എന്ന് മാത്രമാണ് എനിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം അങ്ങനെ അനന്യയും അനിരുദ്ധും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവരുടെ സംസാരം പിന്നെ ഭാവി ജീവിതത്തെക്കുറിച്ചാകുകയാണ്. അപ്പം അനന്യ പറയുന്നുണ്ട്, നമ്മളിങ്ങനെ ഈ നാട്ടിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. നമുക്ക് എവിടെയെങ്കിലും ഒരു വീടൊക്കെ വെച്ച് സെറ്റിൽ ആവണ്ടേ അനിരുദ്ധേ? അപ്പം ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുമ്പം ഇവർ വിദേശത്തേക്ക് തിരികെ പോയാലോ എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുക. അപ്പോഴത്തേക്കിനും നമ്മുടെ സ്വരമോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ട് വരിക കേട്ടോ. വന്ന പാടെ, എന്താ നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾ ഇനി ഇവിടെ നിന്ന് പോകാൻ പോവാണോ? എന്നെ വീണ്ടും ഈ വീട്ടിൽ തനിച്ചാക്കി നിങ്ങൾ എങ്ങോട്ട് പോവാണ് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ച് കൊച്ചു വിഷമത്തിലായി. അപ്പോൾ കൊച്ചിങ്ങനെയൊക്കെ കാര്യങ്ങൾ ചോദിക്കുമ്പം അനിരുദ്ധ് പറയുന്നുണ്ട്, മോളിങ്ങ് വന്നേ. ഒരിക്കലും എൻ്റെ മോളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ഡാഡിയും മമ്മിയും ഒന്നും ചെയ്യില്ല. മോളതേ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം തന്നെ ഞങ്ങൾ എവിടെ പോയാലും അവിടെ എൻ്റെ മോളും ഉണ്ടാകും എന്നുള്ള കാര്യം പറയുക. അല്ല, അപ്പം നിങ്ങൾ ഗൾഫിലേക്ക് തിരിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞത്? അത് മോളെ പൈസയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പം ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചെന്നേ ഉള്ളൂ. അതൊന്നും വേണ്ട, നമുക്ക് ഇവിടെ താമസിക്കാം, നമ്മുടെ വീട്ടിൽ നമുക്ക് അച്ഛനെയൊക്കെ കൂട്ടി എല്ലാവരുടെയും കൂടെ സന്തോഷമായിട്ട് ജീവിക്കാം എന്നുള്ള കാര്യമൊക്കെ സ്വര പറയുമ്പം എന്തായാലും അച്ഛനെ കാണാനായിട്ട് മോള് ഡാഡിയുടെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം മോൾക്ക് വലിയ സന്തോഷമൊക്കെ ആയി കേട്ടോ.
കേട്ടോ. എന്തായാലും സരസ്വതി അമ്മ ഉള്ള വീട്ടിലേക്കാണല്ലോ ചെല്ലേണ്ടത്. അതുകൊണ്ട് തന്നെ അനന്യക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. ഇനിയിപ്പോൾ സുമിത്ര അവിടെ ഉണ്ടാകും എന്നുള്ള ടെൻഷനൊക്കെ അനന്യക്കുണ്ട്. അനന്യാണെങ്കിൽ നൈസായിട്ട് ആ കാര്യങ്ങൾ അങ്ങ് ഹാൻഡിൽ ചെയ്യുക. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ സരസ്വതി അമ്മ സിദ്ധുവിനെയും കൂട്ടി വീട്ടിലെത്തിയ പാടെ തന്നെ സരസ്വതി അമ്മ സിദ്ധുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, മോനെ നീ കാറിൽ തന്നെ ഇരുന്നാ മതി, അമ്മ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള ആളോട് സംസാരിച്ചിട്ട് അവർക്ക് സമ്മതമാണോ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കട്ടെ എന്ന് പറയുകയാണ്. ആയിക്കോട്ടെ അമ്മ പോയിട്ട് വാന്നും പറഞ്ഞ് സിദ്ധു വണ്ടിയിൽ വെയിറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ശീതളുണ്ട് കേട്ടോ. ശീതളിനോടും പറഞ്ഞിട്ടുണ്ട് ഇവിടെ സുമിത്രയുള്ള കാര്യം മിണ്ടരുത് എന്ന്. അങ്ങനെതാ സിദ്ധു അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സുമിത്രയുടെ അരികിലേക്ക് സരസ്വതി അമ്മ ഓടി ചെല്ലുമ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിലോ അമ്മ എന്താ ഇവിടെ ആശുപത്രിയിലെ കാര്യങ്ങളോ? അപ്പം സരസ്വതി അമ്മ പറയുന്നുണ്ട്, മോളെ അവനെ ഡിസ്ചാർജ് ആക്കി സിദ്ധുവായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നീ ഈ അമ്മയോട് ക്ഷമിക്കണം. അവന് പോവാനായിട്ട് മറ്റൊരു സ്ഥലവും ഇല്ല. അതുകൊണ്ട് അവനെ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിർത്താനായിട്ട് നീ അനുവാദം തരണം. നിന്റെ അനുവാദവും കാത്ത് എൻ്റെ മോൻ ദാ വെളിയിൽ വെയിറ്റ് ചെയ്യാണ് എന്നുള്ള കാര്യം പറയുക. അവൻ വലിയൊരു അപകടത്തിൽ നിന്ന് വന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ അവനെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണം. എൻ്റെ മോൾ അത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം അമ്മ ഇത് എന്താണ് ഈ കാണിച്ചത്? പൂജയ്ക്കും എനിക്കും ഒന്നും ഇനി അതിനോട് ഒരു താല്പര്യവും ഇല്ല. അതുകൊണ്ട് അമ്മ പറയുന്നതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. മോളെ ഞാൻ നിന്റെ കാല് പിടിച്ച് പറയുകയാണ്, ഒരു കാരണവശാലും എൻ്റെ മോനെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. അവന് പോവാൻ മറ്റൊരിടയില്ല. ദയവ് ചെയ്ത് അവൻ്റെ ക്ഷീണം മാറുന്നത് വരെ എൻ്റെ മോളൊന്ന് ക്ഷമിക്കണമെന്നുള്ള കാര്യം പറയുക. അതുപോലെ നീ ജീവിച്ചിരിക്കുന്നുണ്ട്, നീ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യമൊന്നും ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. നീ ദയവ് ചെയ്ത് പുറത്തേക്ക് വരണം, എൻ്റെ മോനെ നീ സ്വീകരിക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം സുമിത്രയാണെങ്കിൽ ഇത് അക്കടിപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പൊ സരസ്വതി അമ്മ അവനെ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ സുമിത്രയ്ക്ക് തള്ളി പറയാൻ പറ്റുന്നില്ല. നിന്റെ 3 കുഞ്ഞുങ്ങളുടെ അച്ഛനല്ലേ എന്നുകൂടി പറയുമ്പോൾ പിന്നെ തീർന്നു. അങ്ങനെ സുമിത്രതാ ആരതിയൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കിനുമാണ് സിദ്ധു ആ ഒരു കാഴ്ച കാണുന്നത്. എല്ലാവരും പറഞ്ഞു വെച്ചിരുന്നത് സുമിത്ര മരിച്ചുപോയി എന്ന് തന്നെയാണല്ലോ. അപ്പം അതാ കൺമുന്നിൽ നിൽക്കുകയാണ് സുമിത്ര ജീവനോടുകൂടി. അപ്പം സുമിത്രയെ കണ്ടത് സിദ്ധുവിന്റെ സകല കൺട്രോളും പോയി കേട്ടോ. ആശാൻ അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. എൻ്റെ സുമിത്രയെ നീ മരിച്ചുപോയെന്നാടി എല്ലാവരും പറഞ്ഞത്. എന്തായാലും നിന്നെ ഇങ്ങനെ കാണാനായിട്ട് സാധിച്ചല്ലോ. എന്തിനാ എല്ലാവരും എന്നോട് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ആശാൻ നിന്നങ്ങ് പൊട്ടിക്കരയുക. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ സുമിത്രയാണെങ്കിൽ ഈശ്വര ഇയാളിത് എന്തൊക്കെയാ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. വളരെ സങ്കടത്തിൽ നമ്മുടെ സിദ്ധു സുമിത്രയെ എനിക്ക് കാണാൻ പറ്റിയല്ലോ, എനിക്ക് സന്തോഷമായി, ഇനി എനിക്ക് മരിച്ചാലും വേണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. സുമിത്രയാണെങ്കിലോ ഈശ്വരൻ അതെ ഇനിയിപ്പോ അടുത്ത കുരിശ് എന്റെ ജീവിതത്തിലേക്ക് കയറി വരികയാണ്. എന്തായാലും ഇയാളെ കുറച്ചു ദിവസത്തേക്ക് സഹിക്കാതെ മാർഗം ഇല്ലല്ലോ. അങ്ങനെ സുമിത്ര ആരതി ഒഴിഞ്ഞ് സിദ്ധുവിനെ സ്വീകരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എന്തായാലും നമ്മുടെ പൂജ അവിടെ ഉണ്ടെങ്കിൽ പൂജ ഒരു കാരണം വെച്ചാലും ഇത് അംഗീകരിക്കില്ല കേട്ടോ. പൂജയാണെങ്കിൽ സുമിത്രയോട് പറയുകയൊക്കെ ചെയ്തതാണ്, എൻ്റെ അച്ഛൻ മരിച്ചു പോയത് കൊണ്ട് തന്നെ ഇനിയിപ്പോ അമ്മ മുൻ ഭർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നാട്ടുകാർക്ക് പറഞ്ഞു രസിക്കാനുള്ളൊരു കഥ മാത്രം ആവില്ലേ. ഒരിക്കലും അങ്ങനെയുള്ളൊരു കാര്യം അമ്മ ചെയ്യരുത് എന്നുള്ളൊരു വാണിങ് നമ്മുടെ പൂജ സുമിത്രയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പൂജ ഓഫീസിൽ പോയ സമയമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പം അത്തരത്തിലുള്ളൊരു ഗംഭീര എപ്പിസോഡാണ് ഇന്നുള്ളത്. എല്ലാവരും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും അതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്